370 രൂപയ്ക്ക് ഒരാൾ ബിരിയാണി വാങ്ങി തന്നാൽ അയാളുടെ കൂടെ കിടക്കണം. ഇപ്പോ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഇതാണ് ചോദ്യവും ചർച്ചയും വിവാദമാകുന്നതുമെല്ലാം. ഈ സംഭവം ഉണ്ടായത് കഴിഞ്ഞിടക്കാണ് സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആയിട്ടുള്ള പ്രണീത് മോറയുടെ ഒരു കോമഡി പരിപാടിയുണ്ട്. സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആണ്. അപ്പോ അദ്ദേഹത്തിന്റെ ഒരു പരിപാടിക്കിടെ, ആ ഷോയ്ക്കിടെ ഒരു യുവാവ് ഹിമാൻഷു ജാംഗ്ര എന്ന് പറയുന്ന 22 വയസ്സുകാരനായ യുവാവ് വന്നിന്ന് സ്റ്റാൻഡപ്പ് കോമഡി പറയുകയാണ്. ഒരു ഡേറ്റിംഗ് അനുഭവത്തെ കുറിച്ചാണ് ഈ പറയുന്ന യുവാവ് പറയുന്നത്, 22കാരൻ പറയുന്നത്. ഡേറ്റിങ്ങിനായിട്ട് പോകുമ്പോൾ കൂടെ വന്ന ആ ഡേറ്റിങ്ങിനായിട്ട് എത്തിയ പെൺകുട്ടിക്ക് 370 രൂപയ്ക്ക് ബിരിയാണി വാങ്ങിക്കൊടുത്തു. ബിരിയാണിയൊക്കെ കഴിച്ച് നമ്മൾ പറയില്ലേ, മുഖമൊക്കെ തുടച്ച് കൈയൊക്കെ കഴുകി മുഖമൊക്കെ തുടച്ച് പുറത്തേക്ക് ബില്ല് പേ ചെയ്ത് പുറത്തേക്ക് വരുമ്പോ ഇയാൾ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, അല്ല 370 രൂപയ്ക്ക് ഞാൻ ബിരിയാണി വാങ്ങി തന്നല്ലോ, അപ്പോ അത് എനിക്ക് വസൂലാക്കണ്ടേ എന്നുള്ളതായിരുന്നു ചോദ്യം. ഈ ചോദ്യവും ഇയാൾ ഇത് പറയുന്നതുമായി ബന്ധപ്പെട്ടുള്ള രീതികളും ചേഷ്ടകളും ആ വാക്കുകളും ഒക്കെ കേട്ട് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം കുടുകുടാ ചിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, 370 രൂപയ്ക്ക് ഒരാൾ ഭക്ഷണം വാങ്ങി തന്നാൽ അയാളുടെ കൂടെ കിടക്കണം എന്നുള്ള അർത്ഥത്തിലാണ് ഈ പറയുന്ന സംഭവങ്ങൾ മുഴുവനും ഒരു സദസ്സിന് മുമ്പാകെ അവതരിപ്പിക്കുന്നത്. ഇത് കേട്ടുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന സദസ്, ഏറ്റവും മനസ്സിലാകാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. എങ്ങനെയാണ് ഇത്തരത്തിലൊരു വിഷയത്തെ നമ്മൾ പ്രതിനിധീകരിച്ചിട്ട് ചിരിക്കുക, സന്തോഷിക്കുക എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോ ഇത് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടുകൂടി പലതരത്തിൽ പല ഇൻഫ്ലുവൻസേഴ്സും ആയിക്കോട്ടെ അല്ലാത്തവരും ആയിക്കോട്ടെ ഒക്കെ വന്ന് ഇത് ഒരു 370 രൂപയ്ക്ക് ബിരിയാണി വാങ്ങി തന്നുകൊണ്ട് അത് ശാരീരിക ബന്ധത്തിനുള്ള അനുവാദമല്ല, കൺസെന്റ് അല്ല എന്നുള്ളതാണ്. ഈ വിവാദത്തിൽ ചെന്ന് സൊമാറ്റോയും പെട്ടു എന്നുകൂടി പറഞ്ഞാൽ മതി. ഇതിപ്പോ സൊമാറ്റോ മാപ്പ് പറഞ്ഞ് തടിയൂരേണ്ട ഗതികേടിലേക്ക് കാര്യങ്ങൾ പോയി. അതായത് ഡേറ്റിംഗിനിടെ ഈ ഒരു വിഷയം വന്ന സമയത്ത് ബിരിയാണി വാങ്ങി നിന്നാൽ അത് എല്ലാത്തിനുമുള്ള സമ്മതമാകുമോ? ഈ വിഷയം പൊതുമധ്യത്തിൽ പറഞ്ഞതിന് പിന്നാലെയാണ് ഈ വിഷയങ്ങൾ മുഴുവനും ഉണ്ടായത്. ഈ സംഭവം എങ്ങനെയാണ് എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ സൊമാറ്റോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യാജമായിട്ടാണ് ഇത് പ്രചരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. സൊമാറ്റോയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും നോട്ടിഫിക്കേഷനിലും എല്ലാം 370 രൂപയ്ക്ക് ബിരിയാണി വാങ്ങി തരട്ടെ എന്നുള്ള തരത്തിൽ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ ക്യാമ്പയിനിങ് നടന്നു. എന്നാൽ സൊമാറ്റോ പറയുന്നു, മാപ്പ് ചോദിച്ചുകൊണ്ട് സൊമാറ്റോ പറയുന്നത് ഇത് തങ്ങൾ ചെയ്തതല്ല എന്നുള്ളതാണ്. സൊമാറ്റോ ഈ വിവാദത്തിൽ മാപ്പ് പറഞ്ഞു, അതവിടെ നിൽക്കട്ടെ. അതല്ല നമ്മൾക്ക് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം എന്ന് പറയുന്നത് കൺസെന്റ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ്. ഒരാളുടെ കൂടെ, നമുക്ക് പരിചയമുള്ള ഒരാളുടെ കൂടെ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു ഡേറ്റിങ്ങിനായിട്ട് പോവുകയാണ്. സ്വാഭാവികമായും നിങ്ങൾ ചോദിക്കും, എന്തിനാണ് ഡേറ്റിങ്ങിനൊക്കെ പോകുന്നത്? ഒരാൾക്കൊപ്പം സമയം ചെലവഴിക്കുക എന്നുള്ളത് മാത്രമാണ്. നമുക്ക് മനസ്സിന് താല്പര്യമുള്ള ഒരാൾക്കൊപ്പം സമയം ചെലവഴിക്കുക. അതിൽ ശാരീരിക ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. ഇനി നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾക്കൊപ്പം പോവുകയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഒരു ഗ്ലാസ് നാരങ്ങാ വെള്ളം വാങ്ങി തന്നുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഷെയർ ഇട്ടൊക്കെ ഭക്ഷണം പോകുന്ന പരിപാടിയുണ്ട്. അങ്ങനെ കഴിച്ചതിനു ശേഷം അല്ലെങ്കിൽ അന്നത്തെ ബില്ല് പേ ചെയ്യാൻ ഒരു അസൗകര്യമുണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ ചോദിക്കുകയാണ്, അല്ല ഞാനിതിപ്പോ വാങ്ങി തന്നല്ലോ, എനിക്കിത് മുതലാക്കണ്ടേ, കൂടെ പോരുന്നോ എന്ന് ചോദിക്കുന്ന ഒരു രീതിയുണ്ട്. ഈ ചോദിക്കുന്ന രീതിയേക്കാൾ ഭീതിതമായതാണ്, ഇതൊരു കൺസെന്റ് ആണ്. ഞാൻ വാങ്ങി തന്ന ഭക്ഷണം നിന്റെ ശരീരം ഉപയോഗിക്കാൻ എനിക്കുള്ള കൺസെന്റ് ആണ് എന്നുള്ളത്. അത് കേട്ട് ആർത്തലച്ച് ചിരിക്കുന്ന നമ്മുടെ സമൂഹം, ആ സമൂഹത്തിന്റെ മനസ്സ് എവിടേക്കാണ് പോകുന്നത് എന്നുള്ള വലിയ ചോദ്യമുണ്ട്. നമുക്കറിയാം, പല വാക്കുകളും ഇന്ന് നമുക്ക് പൊതുമധ്യത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് കേൾക്കുന്നവന്റെ മനസ്സിന്റെ വൈകല്യമാണ് എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ഒരുവിധപ്പെട്ട വാക്കുകളെല്ലാം, മലയാളം വാക്കുകളായിക്കോട്ടെ, ഇനി ഇംഗ്ലീഷ് ഭാഷയിലേക്കാണെങ്കിലും ഹിന്ദി ഭാഷയിലേക്കാണെങ്കിലും അവരവരുടേതായ രീതിയിൽ ചില വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റില്ല. ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇന്നർ മീനിങ് ആണ് സ്വാഭാവികമായും നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഓടിയത്. കാരണം അത് സോഷ്യൽ മീഡിയയിലൂടെ, സിനിമകളിലൂടെ, അല്ലെങ്കിൽ വെബ് സീരീസുകളിലൂടെ
ഒക്കെ ഇതിന്റെ ഒരു ദ്വയാർത്ഥമാണ് നമ്മുടെ മനസ്സിലേക്ക് ഇഞ്ചക്ട് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ഈ ഒരു വാക്ക് നോർമലി ഒരാൾ യൂസ് ചെയ്ത് നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്നതല്ല, നമ്മൾ ചിന്തിക്കുന്ന കാര്യം എന്ന് പറയാൻ ഈ ഒരു എക്സ്പ്രഷൻ ആയിരിക്കും. ഈ ഒരു എക്സ്പ്രഷൻ എന്തിനാണ് ഈ ഒരു എക്സ്പ്രഷനിലേക്ക് നമ്മൾ പോകുന്നത്? ഈ എക്സ്പ്രഷനുകളൊക്കെ എങ്ങനെയാണ് വരുന്നത്? നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ പോലും അറിയാതെ ചില വാക്കുകളുടെ അർത്ഥം, ദ്വയാർത്ഥം നമ്മളിലേക്ക് ഇഞ്ചക്ട് ചെയ്തു വെച്ചിരിക്കുന്നു വിവിധ സോഷ്യൽ മീഡിയ. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം ഉൾപ്പെടും, നവമാധ്യമങ്ങളെല്ലാം ഉൾപ്പെടും, സിനിമ ഉൾപ്പെടും, സീരിയൽ ഉൾപ്പെടും, ഇതെല്ലാം ഉൾപ്പെടും. അങ്ങനെ ഓരോ വാക്കുകൾ അങ്ങനെയായി മാറുന്നുണ്ട്. നമുക്ക് ഒരാൾക്കൊപ്പം ഒന്ന് സഞ്ചരിക്കാൻ വയ്യ, അപ്പോഴേക്കും അത് വേറൊരു രീതിയിലേക്ക് പോവുകയാണ്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ മാത്രമല്ല, ഇതെല്ലാം കേട്ട് നമ്മൾ ചിരിക്കുന്നു. സ്ത്രീകൾ ഉൾപ്പെടെ സ്ത്രീകൾക്കെതിരെയുള്ള പ്രയോഗങ്ങൾ കേട്ടുകൊണ്ട് പൊട്ടിച്ചിരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ നമ്മുടെ മാനസികാവസ്ഥ എവിടേക്ക് അധപ്പതിച്ചു പോയി എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്നിട്ട് നമ്മൾ ഇരുന്ന് പറയും ഇതൊക്കെയാണ് പ്രശ്നം. നമ്മുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ ഒരു കമന്റ് പറയുമ്പോൾ ആ കമന്റ് ഇവിടെ വേണ്ട. അങ്ങനെ ദ്വയാർത്ഥ പ്രയോഗമുള്ള കമന്റ് വേണ്ട എന്ന് പറയാൻ എത്ര സ്ത്രീകൾക്കാകുന്നുണ്ട്? ഇതേ കമന്റ് ആസ്വദിച്ചുകൊണ്ട് ഇതേ സ്ത്രീകൾ പറയും അവന്റെ ഒപ്പം അവള് പോയതല്ലേ പ്രശ്നം. അവൾ അർപ്പിച്ചിട്ടുള്ള വിശ്വാസത്തെ കുറിച്ച് ആരും പറയില്ല. അങ്ങനെ സ്ത്രീകളിൽ തന്നെ ഇതിൽ രണ്ട് തട്ടിൽ നിൽക്കുന്നവരുണ്ട്. അപ്പോ ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആയിട്ടുള്ള ഒരാള് ഒരു ഷോയ്ക്കിടെ പറയുന്ന 370 രൂപയുടെ ബിരിയാണി വാങ്ങി തന്നത് കൊണ്ട് നീ എൻ്റെ ഒപ്പം വന്ന് കിടക്കണം എന്ന് പറഞ്ഞാൽ അതിനെ ഏത് അർത്ഥത്തിൽ, ഏത് രീതിയിൽ, ഏത് ഭാഷയിൽ അല്ലെങ്കിൽ ഏത് തലത്തിൽ കൊണ്ടുപോയി അതിനെ കെട്ടണം എന്നുള്ള വലിയൊരു ചോദ്യം സമൂഹത്തിന്റെ മുൻപിലുണ്ട്. പെണ്ണടങ്ങി ഒതുങ്ങിയിരിക്കണം, പെണ്ണങ്ങനെ ആയിരിക്കണം, പെണ്ണിങ്ങനെ ആയിരിക്കണം, അത് ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇതേ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് നമുക്കുള്ളത്? ഈ സ്ത്രീകൾക്ക് പോലും ഇതേക്കുറിച്ച് ചിന്തയില്ലാത്തത് എന്തുകൊണ്ടാണ്? പുരുഷന്മാരിലേക്ക് ഒരു പ്രശ്നങ്ങളും വന്ന് മുട്ടാത്തത് എന്തുകൊണ്ടാണ്? അവരെപ്പോഴും വളരെ ഫ്രീ ആയിട്ടാണ്. അവരെ വളർത്തുന്നത് വളരെ ഫ്രീ ആയിട്ടാണ്, അവരുടെ ചിന്ത വളരെ ഫ്രീ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ വളരെ നാരോ മൈൻഡഡ് ആയിട്ടായിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒന്നേ സംഭവിക്കാറുള്ളൂ. ഇതിന്റെ ഇടയിൽ ഒരു സ്ഥിരബുദ്ധിയോടുകൂടി ചിന്തിക്കുന്നവർ വളരെ സമൂഹത്തിൽ കുറവായിരിക്കും. അതാണ് പറഞ്ഞത്, സോഷ്യൽ മീഡിയയിലും ഒക്കെ എല്ലാ തരത്തിലുമുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങൾക്കെതിരെ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. അങ്ങനെ പ്രശ്നം ഉണ്ടാകാത്തത് കൊണ്ടാണല്ലോ ഹിന്ദി ഷോ ആയിട്ട് പോലും ആ ഷോയ്ക്കിടയിൽ പോലും ഇത് പറയുമ്പോൾ ഇതിനെതിരെ കുലുങ്ങി ചിരിക്കുന്ന ഒരു രീതിയും, എന്നാൽ ഇതിനെതിരെ ഒരാൾ പോലും ശബ്ദം ഉയർത്താതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ ഹിമാൻഷു എന്ന് പറയുന്ന യുവാവിനെ ഇയാള് ചെയ്തിട്ടുള്ള ഈ ഒരു കാര്യത്തെ തുടർന്ന് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ട്. ഇയാള് ജോലി ചെയ്തിരുന്ന സ്റ്റാർവിക് ഡിസൈൻ എന്ന് പറയുന്ന കമ്പനിയാണ് ഇയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഡേറ്റിംഗ് അനുഭവത്തെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ഈ വിഷയം ഉണ്ടായിട്ടുള്ളത്. അത് താൻ വസൂലാക്കി നഷ്ടമൊന്നുമില്ലാതെ എന്നുള്ളതായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം. എന്തായാലും വിവാദമായതോടുകൂടി ഈ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ വീഡിയോ ഡിലീറ്റ് ചെയ്താലും ഇത് വളരെ പ്രസക്തിയുള്ള ഒരു വിഷയമാണ്. ഇത് സമൂഹത്തിൽ വലിയ ചോദ്യമായി തന്നെ എന്നും നിലനിൽക്കുന്നതാണ്. നമ്മൾ ഇതിങ്ങനെ വായിട്ടടിക്കുക എന്നുള്ളതല്ലാതെ ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കും എന്നുള്ള ഒരു വിശ്വാസമൊന്നും എന്തായാലും ഇല്ല. പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. എന്തായാലും ഇത് നമ്മൾ രണ്ടാമതൊന്ന് ആലോചിച്ച് ഇത്തരത്തിലുള്ള കോമഡികൾ പറയണോ, ഇത് ഏത് തലത്തിലാണ് ചെന്ന് നിൽക്കുക, ഇത് സ്ത്രീവിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ പറയുകയും സ്ത്രീ സുരക്ഷയെയും കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഇതിൽ എവിടെയാണ് പൊള്ളത്തരം ഇരിക്കുന്നത്, ആരുടെ മനസ്സിലാണ് പൊള്ളത്തരം ഇരിക്കുന്നത് എന്നൊക്കെ തുറന്നു കാണിക്കുന്ന ഒരു സംഭവമായിട്ട് ഇത് മാറുകയാണ്.